നീയാണെന്റെ ലോകം. രചന ആതിര ആദി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്നെ വിട് ഷെക്കി, എന്നെ വിടാനല്ലേ പറഞ്ഞേ. നിന്നെ വിടാനല്ല ഷക്കീം ഈ കളി മുഴുവൻ കളിച്ചത്. ഇന്ന് ഞാൻ നിന്നെ മൊത്തത്തിൽ സ്വന്തമാക്കും എന്ന് പറഞ്ഞ് അവനൊരു ഭ്രാന്തനെ പോലെ ആർത്തി ചിരിച്ചു. പ്ലീസ് ഷെക്കി, എന്നൊന്നും ചെയ്യരുത് പ്ലീസ്. അവൾ തറയിൽ കൂടി നിറങ്ങി അവനോട് കൈകൂപ്പി. പെട്ടെന്ന് അവൾ എണീറ്റ് ഓടാൻ നോക്കിയതും അവൻ അവളുടെ ഇരുകവളിലും മാറി മാറി തള്ളി. നീ എങ്ങോട്ട് ഓടാടി പുല്ലേ? അവളുടെ ഷാൾ അവൾ വലിച്ചെറിഞ്ഞു. അവൾ അവനോടൊന്നും ചെയ്യലേ എന്ന് കരഞ്ഞു പറഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും അവൻ വകവെച്ചതേയില്ല. അവൻ അവളെ നിലത്തുകൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോയി. പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, എന്നൊന്നും ചെയ്യരുത് പ്ലീസ്. അവൻ വീണ്ടും അവളുടെ കരണത്തടിച്ചു. അവളുടെ ചുണ്ടിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് ഒഴുകാൻ തുടങ്ങി. അവൻ അവളെ വലിച്ചഴിച്ച് ബെഡിലേക്ക് എടുത്തിട്ടു. അവൾ അലറി കരയാൻ തുടങ്ങി. ഹെൽപ്പ് മീ അച്ഛാ, അമ്മ, പ്ലീസ്, എന്നൊന്നും ചെയ്യരുത്. എന്താടി ഇപ്പൊ നിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി? നീ കരയ്, ആർത്ത് കരയ്, ആരും വരാൻ പോകുന്നില്ല. നിന്റെ ഈ കരച്ചിൽ കാണുമ്പോ എനിക്ക് സന്തോഷം കൂടുകയാണ് നക്ഷത്ര. അവൻ അവളുടെ അടുത്തേക്കായി വന്നു നിന്ന് അവളുടെ മുഖത്തേക്ക് അവന്റെ മുഖം ചേർത്ത് വെക്കാനായി ഒരുങ്ങിയതും അവൾ അവളുടെ സർവ്വശക്തിയും എടുത്ത് അവനെ പിന്നിലേക്ക് ആഞ്ഞു തള്ളി ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. പക്ഷെ അവൻ കയ്യിൽ പിടുത്തമിട്ടു. അവൾ സൈഡിൽ നിന്നൊരു ഫ്ലവർ വൈസ് എടുത്ത് അവനെ തലക്കിട്ടടിച്ചിട്ട് ഇറങ്ങി ഓടി. നീ എത്ര ഓടിയിട്ടും കാര്യമില്ല നക്ഷത്ര, എന്നിൽ നിന്ന് നിനക്കൊരു മോചനമില്ല. അവൻ അവളുടെ പിന്നാലെ ഓടി. അവൾ ഓടിച്ചെന്ന് വീണത് മുരളിയുടെ ഇരുകരങ്ങളിലേക്കുമായിരുന്നു. അവൾ മുരളിയെ നോക്കി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവനെ എന്ന് പറഞ്ഞ് ഏങ്ങി കരയാൻ തുടങ്ങി. അപ്പോഴാണ് ഷക്കീമ തലയിൽ കൈവച്ച് ഓടി വരുന്നത് കണ്ടത്. അവന്റെ കണ്ണിൽ ദേഷ്യം നിറഞ്ഞിരുന്നു. അവൻ അവളെ മുരളിയിൽ നിന്ന് അടർത്തി മാറ്റി. അവളെ വീണ്ടും തള്ളി. അവൾ സൈഡിലുള്ള ഭിത്തിയിൽ ചെന്നിടിച്ച് തലപൊട്ടി ചോര വന്നു. മുരളിയും ഭാഗ്യം മോളെന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് ഷക്കീമിനെ നോക്കി. നീ എന്റെ മോളെ തല്ലിയോ? നിന്നെ വെറുതെ വിടടാ. ഞങ്ങൾക്ക് മുമ്പിൽ നീ നല്ലവനായിട്ട് അഭിനയിക്കായിരുന്നല്ലേ? അതേടോ പരട്ട കിളവാ, ഇതെല്ലാം എന്റെ നാടകമായിരുന്നു. ഇവളെ സ്വന്തമാക്കാൻ വേണ്ടി അത്രത്തോളം ഇവൾ എന്നെ മോഹിപ്പിച്ചു. ഈ ഷക്കീം എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിരിക്കും. എന്റെ മോളെ നീ ചതിക്കായിരുന്നല്ലേ നല്ലവനായിട്ട് അഭിനയിച്ച്? വെറുതെ വില്ലടാ നായെ, നിനക്ക് ഒരിക്കലും ഞാൻ എന്റെ മോളെ തരില്ല. കഴിവേറിട മോനെ എന്ന് പറഞ്ഞ അവൻ മുരളിയുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. മുരളി തറയിലേക്ക് വീണു. അവനെ ആൾക്കരികിൽ മുട്ടുകുത്തിയിരുന്നിട്ട് പറഞ്ഞു. നിങ്ങളുടെ അനുവാദത്തിന് ആർക്ക് വേണം? നാളെ ഇവളുടെ എൻ്റെയും കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടന്നിരിക്കും. അല്ല, കല്യാണമല്ല, തൻ്റെ മകളുടെ ശവമടക്ക് എന്ന് പറയുന്നതാവും നല്ലത്. പിന്നെ ഈ കല്യാണം നടന്നില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ഒന്നിനെ പോലും ഷക്കീം ജീവനോടെ വെച്ചേക്കില്ല. പറഞ്ഞേക്കാം, ഇത് ഷക്കീമ പറയുന്നത്, ഷക്കീം എബ്രഹാം. ഈ കല്യാണം നടന്നില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ഒന്നടങ്ങ് തീർക്കും എന്ന് പറഞ്ഞ് ഷക്കീം എബ്രഹാം മുരളിയെ നോക്കി ഭീഷണി മുഴക്കി. എന്നിട്ട് നക്ഷത്രയെ നോക്കി പറഞ്ഞു. നീ കരുതിയിരുന്നോ നക്ഷത്ര? ഇന്ന് നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. നാളെ മുതൽ നീ എൻ്റെ കാൽക്കലുണ്ടാവും. എന്നിട്ട് അവനൊരു കൊടുങ്കാറ്റിന്റെ വേഗതയിൽ അവന്റെ വണ്ടിയിൽ കയറിപ്പോയി. മുരളിയേട്ടാ. ഭർത്തൃ വീട്ടുകാരോടൊപ്പം മാളിൽ പർച്ചേസിങ്ങിന് പോയ തന്റെ മകൾ നക്ഷത്ര അവളെ മുമ്പ് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് ഉപദ്രവിച്ച കൊടും ക്രിമിനലായ ഷക്കീം എബ്രാഹിമിനെ അവിടെ വെച്ച് കണ്ടെന്ന് പറഞ്ഞപ്പോഴുണ്ടായ അവന്റെ സ്മരണകളിൽ നിന്ന് പെട്ടെന്ന് മുരളി ഞെട്ടി ഉണർന്നു. ഭാര്യ ഭാഗ്യയുടെ വിളി കേട്ട് ആ ഓർമ്മകളിൽ നിന്ന് അയാൾ തിരിച്ചു വന്നു. ഏട്ടാതെ, വാവയെ വിളിക്കുന്നത്, ഫോൺ പിടിക്കേ. അയാൾ കണ്ണുനീർ തുടച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ വാവാച്ചി. ഹലോ അച്ഛാ, എന്നെ ഫോൺ എടുക്കാൻ വയ്ക്കിയത്? അതോ, അച്ഛൻ കുറച്ച് പണിയിലായിരുന്നടാ. മുരളി ഭാഗ്യയെ നോക്കി കണ്ണുകളടച്ച് കാട്ടിയൊന്ന് പുഞ്ചിരിച്ചു. ഭാഗ്യൊന്ന് പുഞ്ചിരിച്ചു. എന്റെ വാവാച്ചിക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മോള് ഹാപ്പി അല്ലേ? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ. പക്ഷെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ലാണ്ട് ഒരു രസവും ഇല്ല. പിന്നെ ചെറിയച്ഛനും ചെറിയമ്മ എല്ലാവരും ഇവിടെ. അവർക്ക് അവരുടെ റൂമിലുണ്ട്. എന്താ വിളിക്കണം? ഏയ് വേണ്ടച്ചാ, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. അച്ഛേ, എനിക്കെൻ്റെ ഉള്ളിലൊരു ഭയം പോലെ. കണ്ണെടുക്കുമ്പോൾ എനിക്ക് ആ ഷക്കീമിനെ ഓർമ്മ വരിക. അവനെന്നെ കൊല്ലും. വാവയെ പേടിക്കരുത്. എൻ്റെ മോള് സ്ട്രോങ് അല്ലേ? അവൻ മോളെ ഒന്നും ചെയ്യില്ല. പ്രത്യേകിച്ച് ഇനി അവനൊന്നും എൻ്റെ വാവനെ ചെയ്യാൻ പറ്റില്ല. അത് ഈ അച്ഛന് ഉറപ്പാ. മോള് പേടിക്കണ്ട. എൻ്റെ മോളെ വീണ്ടും അവൻ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് ഈ അച്ഛന് നന്നായിട്ട് അറിയാം. മോളാന്നോർത്ത് പേടിക്കണ്ട, സന്തോഷമായിട്ടിരിക്കുക. അവനേതായാലും അവിടെ എത്തില്ല. വന്നാലും അവൻ മോളൊന്നും ചെയ്യൂല. അച്ഛനെ വിശ്വസിക്കേണ്ട വാവ.
എനിക്ക് വിശ്വാസമാണ് അച്ഛാ. എന്നാലും എന്തോ. സാരല്ല, വാ പേടിക്കണ്ട കേട്ടോ. പിന്നെ എന്തെടുക്കുന്ന എല്ലാവരും അവിടെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന അച്ഛാ. എന്നാൽ ശരി വാവേ, അച്ഛൻ കുറച്ച് ജോലിയുടെ ബാക്കിയുണ്ട്, വെച്ചേക്കട്ടെ. മോള് പേടിക്കാതെ ഹാപ്പി ആയിട്ട് ഇരിക്കത്. എൻ്റെ വാവ നല്ല സ്ട്രോങ് അല്ലേ? അതെ അച്ഛാ. എന്നാൽ ശരി, നാളെ വിളിക്കാം. മിസ് യു അച്ഛാ. അച്ഛയുടെ വാവക്ക് 1000 ഉമ്മ. ഋഷിയുടെ വീട്ടിൽ താമസിക്കുന്ന അവൾ കണ്ണിൽ നിന്ന് തീർന്ന കണ്ണീരിനെ തുടച്ച് ഹാളിലേക്ക് നടന്നു. എന്തൊക്കെയോ ഓർത്ത് അവൾ സ്റ്റെയർ ഇറങ്ങി വരികയായിരുന്നു. അപ്പോൾ എന്തോ വെള്ളത്തിൽ ചവിട്ടി. അവൾ വീഴാൻ പോയി. സിനിമകളിലെ പോലെയൊക്കെ ഹീറോ വന്ന് ഹീറോയിനെ രക്ഷിക്കുന്ന പോലെ നമ്മുടെ നക്ഷത്ര ഹീറോ കാശി വന്ന് താങ്ങി പിടിച്ചു. അപ്പോൾ അവരുടെ പ്രണയം പൂവിട്ട് തുടങ്ങിയെന്ന് നിങ്ങൾ ഓർത്ത് കാണുമല്ലേ? എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. അതെന്താണെന്നോ? നക്ഷത്രയും തന്നെ ജീവൻ പോയി എന്നൊക്കെ ഓർത്തിരിക്കുകയായിരുന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞ് തനിക്കൊന്നും സംഭവിച്ചില്ലെന്ന് അവൾക്ക് പിടികിട്ടി. അവൾ ആ കണ്ണുകൾ മെല്ലെ തുറന്നു. ആ കരിനീല മിഴികളിലേക്ക് തന്നെ നോക്കി നിന്നുപോയി. എഴുന്നേറ്റ് ഓടി ചക്കപ്പോത്തെ, എന്റെ നാട്ടൊടിഞ്ഞു. അയ്യോ അമ്മേ! അവൾ പെട്ടെന്ന് ഞെട്ടി നോക്കിയപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അവൾ താഴെ നിന്ന് മുകളിലോട്ട് കയറി വന്നുകൊണ്ടിരുന്ന കാശിയുടെ മണ്ടക്കാണ് വീണെടുക്കുന്നത്. 6-7 സ്റ്റെപ്പ് മുകളിൽ നിന്ന് വീണുകൊണ്ട് കാശിക്ക് കാര്യമായിട്ടൊന്നും പറ്റാൻ ചാൻസ് ഇല്ലെന്നൊന്നും കരുതണ്ട. എണീക്കടി കോപ്പേ, എന്റെ നാട്ടൊടിഞ്ഞെന്നാ തോന്നുന്നു. അവൻ കിടന്ന് അലറുന്നുണ്ട്. എന്ത് നോക്കി കിടക്കുവാടി? എണീക്കടി എന്റെ മോളിന്ന്. അവൾ പെട്ടെന്ന് ചാടി എണീറ്റ് അവൻ നോക്കി നെളിച്ചു കാട്ടി സോറി പറഞ്ഞു. സോറി കാശി, അത് ഞാൻ വന്നപ്പോ താൻ വന്നപ്പോ കൂട്ടിമുട്ടിയപ്പോ അറിയാണ്ട് വീണുപോയി. സോറി. നിന്റെ ഒലക്കമേലെ സോറി എടുത്തോണ്ട് വിടി അവളുടെ ചോറി. അവൻ എണീക്കാൻ നോക്കുന്നുണ്ട്. എവിടുന്ന് എണീക്കാൻ പറ്റുന്നില്ല. അവൻ ആ നിലത്ത് തന്നെ കിടന്നു. ഞാൻ ഹെൽപ്പ് ചെയ്യണോ കാശി? അവൻ അവളെ രൂക്ഷമായി നോക്കി. എനിക്കൊന്നും വേണ്ട നിന്റെ ഹെൽപ്പ്. വീഴ്ത്തിയിട്ട് നടുപിടിച്ചിട്ട് അവളുടെ ഹെൽപ്പ്. ആ വേണ്ടി വേണ്ട, ഞാൻ പോവാ. അവൻ ചുറ്റിനും നോക്കി. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ ദൈവമേ. എല്ലാവരും എവിടെ പോയി കിടക്കുകയാണോ? ഒച്ച വെച്ചാൽ എല്ലാവരും അറിയും. അത് നാണക്കേടാ. മാത്രമല്ല അമ്മ കിടന്ന് വീണ്ടും ടെൻഷൻ അടിക്കും. ഏത് നേരത്താണെന്തോ ആ ഫയൽ എടുക്കാൻ രാവിലെ ഞാൻ മറന്നുപോയത്. എണീക്കാനിട്ട് പറ്റണില്ലല്ലോ. നിക്കടി പിശാച അവിടെ, എന്റെ നാട് പിടിച്ചിട്ട് പോകുന്നോ? പിടിക്കടി തന്നെ. അവൾ പെട്ടെന്ന് സ്റ്റെക്കായും തിരിഞ്ഞു നോക്കി പറഞ്ഞു. എന്നെയാണോ വിളിച്ചേ? അല്ല, നിന്റെ കുഞ്ഞമ്മേ. പിടിക്കടി തന്നെ. അങ്ങനെ വഴിക്ക് വാ മോൻ. അവൾ അവന്റെ കയ്യിൽ പിടിച്ച് എണീപ്പിച്ചു. അവൻ വേച്ച് വീഴാൻ തുടങ്ങിയപ്പോൾ അവൾ പെട്ടെന്ന് അവൻ അവളോട് ചേർത്ത് പിടിച്ചു അവന്റെ റൂമിൽ കൊണ്ടുപോയി കിടത്തി. എന്റെ ദൈവമേ, ഇവളെന്റെ നടുപിടിച്ചെന്നാ തോന്നുന്നു. അയ്യോ അമ്മേ, നിനക്കെന്നടി കണ്ണില്ലേ ഏത് നേരവും ഇങ്ങനെ വീഴാൻ? നിനക്ക് വീഴാൻ അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ നിന്നെ കെട്ടാൻ ഒരുത്തന്നെ ഇവിടില്ലേ, എന്റെ അനിയൻ ഋഷി. അവന്റെ മണ്ടയ്ക്ക് വീണൂടെ? ഏത് നേരം എന്റെ മുതുകത്തോട് തന്നെ വീഴണോ? അവന്റെ സംസാരം കണ്ട് നക്ഷത്രക്ക് നല്ല സങ്കടം തോന്നി. അതുപോലെ ചിരിയും വന്നു. ഇപ്പൊ ചിരിച്ച കാശി തന്നെ കീറിയൊട്ടിച്ച് ഭിത്തിയിൽ തൂക്കിയെന്നറിയാവുന്നതുകൊണ്ട് അവള് ചിരി കടിച്ച് പിടിച്ച് നിന്നു. എനിക്കറിയായിരുന്നോ നിങ്ങൾ എന്റെ മുന്നിൽ വരുന്നു? എപ്പം ഞാൻ വീഴാൻ പോയാൽ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോരാ, എന്നിട്ട് എല്ലാ കുറ്റം എന്റെ തലയിൽ വെക്കുന്നോ? അല്ല പിന്നെ. അവൾ കൃത്രിമ പുച്ഛം നടിച്ച് മുഖം തിരിച്ചു. അയ്യോ അമ്മേ, എനിക്ക് ഇരിക്കാനും കിടക്കാനും നിൽക്കാനൊന്നും വയ്യേ. എന്റെ നടു ഈ കാലമാടത്തി ഒടിച്ചെന്നാ തോന്നുന്നേ. അവൾ പെട്ടെന്ന് അവന്റെ വാപത്തി പിടിച്ചു. കാശി പ്ലീസ് മിണ്ടാണ്ടിരിക്കുക, ആരും കേൾക്കും. ഒച്ച വെക്കല്ലേ, ഞാൻ എന്ത് വേണേലും ചെയ്യാം. പ്ലീസ് ഒന്ന് ഒച്ച വെക്കാതിരിക്കുക. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കിടന്നു. പെട്ടെന്ന് ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി. ഏതോ മായാലോകത്തുന്ന പോലെ ഇരുമിഴികളും കണ്ണുകളിലൂടെ എന്തൊക്കെയോ പറയാൻ വെമ്പി നിന്നു. പെട്ടെന്ന് കാശി മൂളാൻ തുടങ്ങി. എന്താ കാശി, എന്താ നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൻ വീണ്ടും മൂളി. അവൾക്കൊന്നും മനസ്സിലായില്ല. അവൻ കണ്ണുകൾ കൊണ്ട് താഴേക്ക് കാട്ടി. അപ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലായത്. അവൾ അവന്റെ വാ കൈകൊണ്ട് മൂടി വെച്ചേക്കുമായിരുന്നു എന്ന്. അവൾ അവളുടെ കൈമാറ്റി. വാ മൂടി വെച്ചിട്ടാണ് കോപ്പേ എന്താന്ന് ചോദിക്കുന്നത്? അയ്യോ എന്റെ നടുവേ. അവൻ വീണ്ടും കരയാൻ തുടങ്ങി. കാശി ഒത്തിരി വേദനിക്കുന്നുണ്ടോ? ഞാൻ അമ്മയോട് പറഞ്ഞ് ഡോക്ടറെ വിളിക്കാം. ഡോക്ടർ ഒന്നും വേണ്ട, എന്റെ ആ ഡ്രോയിൽ ഒരു കുപ്പിരിപ്പുണ്ട്, അതിങ്ങ് എടുത്തോണ്ട് പാടി. അമ്മേ, അതെന്താ സാധനം? അതിൽ നിന്റെ മറ്റവും പറ്റി കിടക്കുന്നു. ചോദ്യം ചോദിക്കാണ്ട് പോയി എടുത്തോണ്ട് പാടി പുല്ലേ. അമ്മേ, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അവൾ ഓടിപ്പോയി ആ കുപ്പി എടുത്തുകൊണ്ട് വന്ന് അവന് നേരെ നീട്ടി. ഇതാ, ഇതിലെന്താ? അതങ്ങ് തുറക്ക്, അത് കുറച്ച് നിന്റെ കയ്യിലൊഴിച്ചേ. ഇതെന്താ സാധനം? അവൾ തുറന്നു നോക്കി. ഇത് കുഴമ്പല്ലേ, ഇതെന്തിനാ കയ്യിലൊഴിക്കുന്നേ? നോക്കി നിൽക്കാണ്ട് ഒഴിക്കടി, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അവൾ വേഗം അവളുടെ കയ്യിലൊഴിച്ചു. അവൻ പറഞ്ഞു, ഇനി എന്റെ നടുവിന് ആ കുഴമ്പ് വെച്ച് തിരുമ്മിത്താ. വാട്ട്?
ഞാനോ? അല്ല, നിന്റെ കുഞ്ഞമ്മോന്ന് തിരുമ്മി തരും. നോക്കിയിരിക്കാണ് തിരുമ്മിത്താടി. നടു ഹോറിബിൾ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ സുഭദ്രാമേനെ വിളിക്കാം. അമ്മയല്ല, നീ തന്നെ തിരുമ്മി തരും. നീലടി എന്നെ വീഴ്ത്തിയത്, അപ്പൊ നീ തന്നെ തിരുമ്മി തരണം. അല്ലാതെ നീ റൂമിൽ നിന്ന് പോയാ നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും. എന്ത് വേണേലും ചെയ്യാന്ന് കുറച്ചു മുന്നേ പറഞ്ഞിരുന്നില്ലേ? ചേടി. ഇതെന്തു കൂത്ത ഭഗവാനെ? ഭഗവാനല്ല, നീ തിരുമുത്താടി പുല്ലേ. വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ അവൾ മുഖം വീർപ്പിച്ച് അവന്റെ അരികിലേക്ക് നീങ്ങി. ഹലോ മാഡം, എന്താ ചെയ്യാൻ പോകുന്നേ? തിരുമാൻ. ഇങ്ങനെയോ? ഇങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെയാണാവോ? തിരുമുന്നതിന് മുമ്പ് എന്താ ആരതി ഒഴിയണം നിങ്ങളെ? അവൻ അവളൊന്ന് രൂക്ഷമായി നോക്കി. എന്നിട്ട് അവൻ അവന്റെ ഷർട്ടിന്റെ ബട്ടൺ ഓരോന്നായി തുറക്കാൻ തുടങ്ങി. നിങ്ങൾ ഇതെന്താ ഈ കാണിക്കുന്നത്? എന്തിനാ ഷർട്ടിന്റെ ബട്ടൺസ് ഊരുന്നത്? നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഞാനോ? ഞാൻ നിന്നെ റേപ്പ് ചെയ്യാൻ പോവാ. എന്തേ? വാടി ഇങ്ങോട്ട്. വാട്ട്? റേപ്പോ? കാശി, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തേ വേണ്ടേ? വേണ്ട. അതെന്താണ് ഈ വേണ്ടാത്തത്? ഇതൊക്കെ ഒരു രസമല്ലേ നക്ഷത്ര? അവൻ അവൾ കാണാതെ പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ച് പറഞ്ഞു. നിങ്ങൾ എന്താ കാശി പറയുന്നു? ഞാൻ ഋഷി വിവാഹം കഴിക്കാൻ വന്ന പെണ്ണല്ലേ? എന്നിട്ട് നിങ്ങൾ എന്നെ ഒറ്റ കിട്ടിയപ്പോ നിങ്ങൾ ഇത്രക്കാരനായിരുന്നോ? നിങ്ങളെ സഹായിക്കാന്നോർത്ത് വന്നപ്പോ? അവനാണെങ്കിൽ അവിടെ പേടിച്ച മുഖം ഡയലോഗെല്ലാം കേട്ട് പിടിച്ചു വെച്ച ചിരി അണപൊട്ടി ഒഴുകിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവൻ കിടന്ന് ഊറി ചിരിക്കാൻ തുടങ്ങി. അവളവൻ്റെ ആ ചിരിക്കുന്ന മുഖം തന്നെ നോക്കിയിരുന്നു. ചിരിക്കുമ്പോഴെന്തോ ആ കരിനീലമിഴികളിലെ തിളക്കം കൂടുന്നത് പോലെ അവൾക്ക് തോന്നി. എന്റെ ഊഹം തെറ്റിയില്ല, നീ അപ്പൊ ശരിക്കും പൊട്ടി തന്നെയാ, അവൻ പറഞ്ഞു. അവൾ അവനെ നോക്കി വാ പൊളിച്ച് നിന്നിട്ട് മുഖം കൂർപ്പിച്ചിട്ട്, നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞേ? നീ ആക്ച്വലി എന്തിനായിരുന്നു കുഴമ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നിരുന്നേ? വീണപ്പോൾ നിങ്ങളുടെ നടുവേദനിച്ചെന്നല്ലേ പറഞ്ഞ്? അവിടത്തേക്കാൻ ഡ്രോ തുറന്ന് കുഴമ്പെടുക്കാൻ കാശില്ലേ പറഞ്ഞ്? ആണല്ലോ. എന്നിട്ട് നീ എന്നെ നടുവിനാണോ അതോ എൻ്റെ ഷർട്ടിനാണോ കുഴമ്പ് തേക്കായിരുന്നത്? അവൾക്ക് അപ്പോഴാണ് അമളി പറ്റിയത് മനസ്സിലായത്. അവൾ അവനെ നോക്കി 32 വല്ലും കാട്ടി ഇളിച്ചു കൊടുത്തു. അത് കാശി, ഞാൻ ഓർത്തില്ല. ഒരബദ്ധത്തിൽ അറിയാതെ എന്നെ കളിയാക്കിയതായിരുന്നല്ലേ? അതെ. അവന് അവളെ നോക്കി ചിരിച്ചു. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. എന്നാ അബദ്ധം മാത്രം പറ്റുന്ന പോലീസുകാരും ഉണ്ട്. അവൻ ഷർട്ട് മൊത്തത്തിൽ ഊരി. അവൾ അപ്പോൾ തന്നെ കണ്ണുകുത്തി. നിങ്ങളെന്തിനാ ഷർട്ട് മുഴുവൻ ഊരിക്കളഞ്ഞ്? ഒരു പെണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ നാണല്ലോ മനുഷ്യ നിങ്ങൾക്ക്? അയ്യേ. പെണ്ണോ? എവിടെ? ഇവിടെ എവിടെയാ പെണ്ണ്? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ തന്നെ. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് പെണ്ണായിട്ട് തോന്നിയില്ലേ? ഇല്ല, തോന്നണില്ല. നീ അതിന് പെണ്ണാണോ? വാട്ട്? ഇവിടെ തന്നെ ഞാൻ എന്ന് പറഞ്ഞ് കണ്ണു തുറന്നവൾ അവന് നേരെ വന്നു. പെട്ടെന്ന് അവനെ നോക്കി. ഹോ, ഭീകരം. വീണ്ടും കണ്ണുകൾ അടച്ചു. അയ്യേ, വൃത്തിയേട്, അവൾ അറിയാതെ പറഞ്ഞുപോയി. കാശിയിട്ടിരിക്കുന്ന ഹാഫ് പാൻറ് മാറ്റി. നക്ഷത്ര, കൺട്രോൾ യുവർ സെൽഫ്. എന്നെ കൊണ്ട് സാധിക്കും. നീ തോറ്റു കൊടുക്കരുത്. കണ്ണു തുറന്ന് 2 ചീത്ത വിളിക്കവനെ. അവളുടെ മനസ്സ് അവളോട് പറഞ്ഞു. അവൾ പതിയെ കൈവിരലുകൾക്കിടയിലൂടെ അവനെ നോക്കി. അവൾ കണ്ണുകൾ വീണ്ടും മുറുക്കി അടച്ചു. അയ്യേ, ഈ ചെക്കന് നാണമില്ലല്ലോ ദൈവമേ. നടുവ് തീരുമാനമായി ഒരു അടിവസ്ത്രത്തിൽ നിൽക്കുന്ന കാശി അവളോട് സ്നേഹാർദ്രമായി പറഞ്ഞു. കണ്ണൂർക്ക് നക്ഷത്ര, നീ എന്തിനാ ഈ കണ്ണടച്ചു വെക്കുന്നത്? എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ടേ. അയ്യോ, നോക്കി നിൽക്കാണ്ട് തിരുമ്മിത്താടി പോത്തെ. എവിടുന്ന്? അവൾക്ക് അനക്കമില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ പറഞ്ഞു. താൻ കണ്ണു തുറന്നോ? ഞാൻ കമിഴ്ന്നാ എടുക്കുന്നത്. ഒന്ന് തിരുമ്മിത്താ, എനിക്ക് നല്ല വേദന എടുക്കുന്ന നക്ഷത്ര. പതിയെ അവൾ കണ്ണുകൾ തുറന്നു നോക്കി. കമിഴ്ന്നേണം തിരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാശിയെ കണ്ടപ്പോൾ എന്തോ അവളുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. അവൾ പതിയെ അവന്റെ നടുവിന് തിരുമാൻ കൈവച്ചപ്പോൾ ഉള്ളിലെവിടെയോ എന്തൊക്കെയോ ഓർമ്മകൾ അവൾക്ക് ആ നിമിഷം തോന്നി. അവൾ പുഞ്ചിരിച്ചു. പതിയെ തിരുമാൻ തുടങ്ങി. അവളുടെ പഞ്ഞിപ്പൂ പോലുള്ള വിരലുകൾ അവന്റെ നടുവിനെ ഇക്കിളിപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു. നക്ഷത്ര കുറച്ചുകൂടെ താഴെ. അങ്ങനെ. നക്ഷത്ര കുറച്ചുകൂടെ മുകളിൽ. നക്ഷത്ര കുറച്ചുകൂടെ സൈഡിൽ. നക്ഷത്ര മറ്റേ സൈഡിൽ. അവന്റെ നടുവിന്റെ നിമ്നോന്നതങ്ങളിൽ അവളുടെ കൈ ഒരു സർപ്പത്തെ പോലെ ഇഴഞ്ഞു. എന്തൊരു സുഖം! അവൻ പറഞ്ഞു. പരട്ട കിളവൻ. കിട്ടിയ അവസരം മുതലാക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല, നക്ഷത്ര മനസ്സിൽ പറഞ്ഞു. കമിഴ്ന്ന് കിടന്ന് അവളോട് ഓരോന്ന് പറയുന്ന കൂട്ടത്തിൽ അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നിരുന്നു. തുടർന്ന് അവൻ പാടാൻ തുടങ്ങി. അവന്റെ പാട്ട് കേട്ട് നക്ഷത്ര തിരുമ്മൽ നിർത്തി വാ പൊളിച്ച് ഇരുന്നു പോയി. കാശി, നിങ്ങളെന്താ ചെയ്യുന്നേ? എന്താ ഈ പാട്ടൊക്കെ? എന്റെ നാവ് എന്റെ പാട്ട്. എനിക്ക് പാട്ട് പാടാൻ തോന്നി, ഞാൻ പാടി. നീ എന്റെ പാട്ട് നോക്കണ്ട, കേൾക്കണ്ട, വിഷം മാറ്റേണ്ട തിരുമടി. അവൻ കള്ളഗൗരവത്തിൽ പറഞ്ഞ അവൾ കാണാണ്ട് ചിരിച്ചു.
നന്നായിട്ട് തിരുമ്പ്. നക്ഷത്രം കുറച്ച് വലത്ത്. അവൻ വീണ്ടും അവിടെ തിരുമ്പ് ഇവിടെ തിരുമെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം കയറി അവൾ അവന്റെ പുറം നോക്കി ഒരു കുത്തുകൂടെ കൊടുത്തു. അയ്യോ അമ്മേ, ഇവളെന്നെ കൊന്നേ. അയ്യോ സോറി കാശി, അത് ഞാൻ അറിയാതെ പറ്റിയതാ. നീ എന്നെ കൊല്ലാൻ ഇറങ്ങിയോക്കോണടി കോപ്പേ. എന്റെ നടുപിടിച്ച് പോറായിട്ടാണോ വീണ്ടും എന്റെ മണ്ടക്ക് കുത്തുന്നു? അവൾ തിരുമ്മിക്കൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ കാശി ഒന്നും മിണ്ടുന്നില്ല. അവൾ പതിയെ അവനെ വിളിച്ചു. കാശി, കാശി. എവിടെ? അവൻ്റെ ഒരു അനക്കവും ഇല്ല. ദൈവമേ, തട്ടിപ്പോയോ? ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.